Dear students, welcome to the class of Fluid Mechanics and Hydraulics. In this class, we will discuss the topics most economical, triangular and circular channel section and then problem. First topic, most economical triangular channel. ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ചാനൽ സെക്ഷൻ മോസ്റ്റ് ഇക്കണോമിക്കൽ എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റ് ഓഫ് എക്സ്കവേഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ മിനിമം ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായത് ഒരു ഗിവൺ എക്സ്കവേഷൻ അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ഏരിയ ഓഫ് ഫ്ലോ, ബെഡ് സ്ലോപ്പ് ആൻഡ് റഫ്നെസ് കോയിഫിഷ്യൻറ്റ്, അതിന് മാക്സിമം ഡിസ്ചാർജ് തരുന്ന സെക്ഷൻ, അതാണ് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ക്രൈറ്റീരിയ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു വെറ്റഡ് പെരിമീറ്റർ എന്തായിരിക്കണം, മിനിമം ആയിരിക്കണം. ആ സമയത്താണ് ഡിസ്ചാർജ് മാക്സിമം ആവുന്നത്, ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും ഫിക്സ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ട്രയാങ്കുലർ ചാനലിൻ്റെ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ, അതിന് കറസ്പോണ്ടിങ്ങിലെ ക്രൈറ്റീരിയ എന്താണ് അത് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. കൺസിഡർ എ ട്രയാങ്കുലർ സെക്ഷൻ ഓഫ് ചാനൽ. ഒരു ട്രയാങ്കുലർ സെക്ഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൽ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഡി, അല്ലെങ്കിൽ ഫിഗറിൽ ഏത് വരും, ഒ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വരും. പിന്നെ തീറ്റ, ആംഗിൾ മെയ്ഡ് ബൈ സൈഡ് വിത്ത് ദി വേർട്ടിക്കലുമായിട്ട് ഈ ഒരു സൈഡ് അല്ലെങ്കിൽ ഈ ഒരു സൈഡ് അത് ഫോം ചെയ്യുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഇനി സൈഡ് സ്ലോപ്പ് അതങ്ങനെ എടുത്തിരിക്കുന്നത് 1 വെർട്ടിക്കൽ ടു n ഹൊറിസോണ്ടൽ, അതാണ് ഇതിൻ്റെ സൈഡ് സ്ലോപ്പ് എടുത്തിരിക്കുന്നത്. ഇനി ട്രയാങ്കിൾ ഒ ബി സി കൺസിഡർ ചെയ്യുന്നു. ഒ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ നിന്ന് ടാൻ തീറ്റ എന്താ എഴുതാൻ വേണ്ടി പറ്റും, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ബി സി ആണ്, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഒ സി. ഓക്കെ, ഇതിൽ ഈ ഒ സി എന്ന് വെച്ചാൽ എന്താണ്, ഡി ആണ്, ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്. അതുകൊണ്ട് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ബി സി ബൈ ഡി എഴുതാം. ഇതിൽ നിന്ന് ബി സി, അതായത് ഈ ഒരു സൈഡ് ബി സി ഇസ് ഈക്വൽ ടു എന്താ എഴുതാൻ വേണ്ടി പറ്റും, ഡി ഇൻറ്റു ടാൻ തീറ്റ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അതേപോലെ ഇതിൽ നിന്ന് കോസ് തീറ്റ എന്താ എഴുതാൻ വേണ്ടി പറ്റും, കോസ് തീറ്റ പറഞ്ഞ പോലെ ഒ സി ഡിവൈഡ് ബൈ ഒ ബി വരും. ഓക്കെ, അങ്ങനെ കോസ് തീറ്റ, ഒ സി എന്താണ്, ഡി ആണ്, കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഡി ബൈ ഒ ബി. അതിൽ നിന്ന് ഒ ബി, ഈ ഒരു സൈഡ് ഒ ബി ഇസ് ഈക്വൽ ടു എന്താ എഴുതാൻ വേണ്ടി പറ്റും, ഡി ബൈ കോസ് തീറ്റ. 1 ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് സീക്ക് തീറ്റയാണ്, അല്ലെങ്കിൽ ഒ ബി ഇസ് ഈക്വൽ ടു ഡി സീക്ക് തീറ്റ എന്ന് കിട്ടി. ഇനി ഏരിയ ഓഫ് ഫ്ലോ. ഏരിയ ഓഫ് ഫ്ലോ എന്ന് വെച്ചാൽ ഏത് ഏരിയ ആണ്, ഈ ഒരു ഏരിയ ആണ് ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. ഈ ഒരു ട്രയാങ്കിൾ ഒ എ ബിയുടെ ഏരിയ, അതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, ഹാഫ് ബി എച്ച് ഇക്വേഷൻ ഉപയോഗിക്കുക. ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു ഒ സി. ഇതൊരു സിമ്മട്രിക്കലാണ്, സെക്ഷൻ സിമ്മട്രിക്കലാണ്. അതുകൊണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസും എ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസും സെയിം ആണ്. അതുകൊണ്ട് എനിക്ക് എന്താ എഴുതാം, എ ബിയുടെ സ്ഥാനത്തേക്ക് 2 ടൈംസ് ബി സി എന്ന് എഴുതാം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഹാഫിൻ്റെ ഡബിൾ. ഓക്കെ, 2 ഉം ക്യാൻസൽ ചെയ്താൽ ബി സി ഇൻറ്റു ഒ സി കിട്ടും. ഇതിൽ ബി സി ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഡി ടാൻ തീറ്റയാണ്. ഒ സി എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ഡെപ്ത് ഓഫ് ഫ്ലോ ഡി ആണ്. ഏരിയ എന്ത് കിട്ടും, ഡി സ്ക്വയർ ഇൻറ്റു ടാൻ തീറ്റ, അല്ലെങ്കിൽ ഡി ഡെപ്ത് ഓഫ് ഫ്ലോന് അതിൽ നിന്ന് എക്സ്പ്രഷൻ എന്ത് ചെയ്താൽ റൂട്ട് ഓഫ് എ ബൈ ടാൻ തീറ്റ, ഇക്വേഷൻ നമ്പർ 1. ഇനി ഇതിൻ്റെ വെറ്റഡ് പെരിമീറ്റർ പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ത് കിട്ടും, ഒ എ പ്ലസ് ഒ ബി ആണ് കിട്ടുക. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഒ എയും ഒ ബിയും സെയിം ഡിസ്റ്റൻസ് ആയതുകൊണ്ട് 2 ടൈംസ് ഒ ബി എന്ന് എഴുതാം. ഒ ബിയുടെ വാല്യൂ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഡി സീക്ക് തീറ്റ ആയിരുന്നു. അതുകൊണ്ട് പി ഇസ് ഈക്വൽ ടു 2D സീക്ക് തീറ്റ. ഇനി ഇക്വേഷൻ നമ്പർ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഡിക്ക് ഞാൻ എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതായിരുന്നു ഇക്വേഷൻ നമ്പർ 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും, പി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് എ ബൈ ടാൻ തീറ്റ ഇൻറ്റു സീക്ക് തീറ്റ. പെരിമീറ്ററിൻ്റെ വാല്യൂ കിട്ടി. ഇനി മോസ്റ്റ് ഇക്കണോമിക്കൽ സെക്ഷൻ ആവുന്ന സമയത്ത് ഇതിൻ്റെ കറസ്പോണ്ടിങ് ക്രൈറ്റീരിയ എന്തായിരുന്നു, വെറ്റഡ് പെരിമീറ്റർ ഷുഡ് ബി മിനിമം. ഇവിടെ വേരിയബിൾ ആരാണ്, തീറ്റയാണ് വേരിയബിൾ. എ ഞാൻ ഫിക്സ് ചെയ്യുന്നു, ഗിവൺ ഏരിയക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എ ഫിക്സ് ചെയ്ത സമയത്ത് പിന്നെ ഇതിൽ വേരിയബിൾ തീറ്റ മാത്രമേ ഉള്ളൂ. മീൻസ് മിനിമം പെരിമീറ്റർ കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്, വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്
d/d θ ഓഫ് ഇത് പി വെറ്റഡ് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 0. ഇതിൽ 2ഉം റൂട്ട് എയും പുറത്തെടുക്കുന്നു. അതെന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഓഫ് തീറ്റയാണ്. ഓക്കെ, പിന്നെ എന്ത് കിട്ടും? d/d θ ഓഫ് സീക്ക് തീറ്റ ഡിവൈഡ് ബൈ റൂട്ട് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 0. ഈ ഒരു ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കുന്ന സമയത്ത് ആര് യൂസ് ചെയ്യേണ്ടി വരും? കോഷ്യൻ്റ് റൂൾ യൂസ് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മുകളിലും താഴിലും തീറ്റയുടെ ഫംഗ്ഷനാണ്. വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നും കോൺസ്റ്റൻ്റ് ആയിട്ടില്ല. കോഷ്യൻ്റ് റൂൾ യൂസ് ചെയ്യണം. ഓക്കെ, യൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റത്തിൻ്റെ മുകളിലത്തിൻ്റെ ഡെറിവേറ്റീവ്, അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു താഴത്തെ ഫംഗ്ഷൻ എന്ത് കിട്ടും? സീക്ക് തീറ്റയുടെ ഡെറിവേറ്റീവ് സീക്ക് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ ഇൻറ്റു താഴെയുള്ളത് റൂട്ട് ടാൻ തീറ്റ മൈനസ് കോഷ്യൻ്റ് റൂൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ താഴത്തിൻ്റെ ഡെറിവേറ്റീവ് അതായത് g'(x) ഇൻറ്റു മുകളിലത്തെ ഫംഗ്ഷൻ fx റൂട്ട് ടാൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എടുക്കുന്നത്. ആദ്യം ആരുടെ ഡെറിവേറ്റീവ് എടുക്കണം? റൂട്ടിൻ്റെത് 1/2 ഇൻറ്റു ടാൻ തീറ്റ റേസ് ടു -1/2 റൂട്ടിൻ്റെതായി. പിന്നെ ടാൻ തീറ്റയുടേത് സീക്ക് സ്ക്വയർ തീറ്റ, പിന്നെ മുകളിലത്തെ ഫംഗ്ഷൻ സീക്ക് തീറ്റ ഡിവൈഡ് ബൈ താഴെന്താണ്? ഈ താഴെയുള്ള ഫംഗ്ഷൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് ടാൻ തീറ്റ ഹോൾ സ്ക്വയർ. ഓക്കെ, റൂട്ട് ടാൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? ടാൻ തീറ്റ തന്നെയാണ്. മുകളിലത്തെ ഇപ്പോൾ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. അതിനുശേഷം സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ടാൻ തീറ്റനെ കൊണ്ട് ഇവിടെയും ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെയും ഡിവൈഡ് ചെയ്യുന്നു. മീൻസ് a-b/c ഫോർമാറ്റാണ്. a/c-b/c എന്ന് എഴുതാം. ഓക്കെ, ഈ ഒരു ടാൻ തീറ്റ ക്യാൻസലായി. പിന്നെ സീക്ക് തീറ്റ ടാൻ തീറ്റ. ഇനി ഇവിടെ സീക്ക് സ്ക്വയർ തീറ്റ ഇൻറ്റു സീക്സ് തീറ്റ സീക്ക് ക്യൂബ് തീറ്റയായി. ഈ 2 ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടാൻ തീറ്റയുണ്ട്. പിന്നെ ടാൻ തീറ്റ റേസ് ടു -1/2 അതെന്താണ്? 1/tan തീറ്റ റേസ് ടു 1/2 മീൻസ് എക്സ് റേസ് ടു -1/2 എന്ന് പറഞ്ഞാൽ 1/x റേസ് ടു 1/2 ആ ഫോർമാറ്റ്. ഓക്കെ, അത് ഈസ് ഈക്വൽ ടു 0 എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇപ്പം ടാൻ തീറ്റ റേസ് ടു 1ഉം ടാൻ തീറ്റ റേസ് ടു 1/2 ആണുള്ളത്. മീൻസ് a റേസ് ടു m ഇൻറ്റു a റേസ് ടു n ഫോർമാറ്റ്. മീൻസ് a റേസ് ടു m പ്ലസ് n അതായത് ടാൻ തീറ്റ റേസ് ടു 1 പ്ലസ് 1/2 എന്ത് കിട്ടും? ടാൻ തീറ്റ റേസ് ടു 3/2 കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് സീക്ക് തീറ്റ പുറത്തെടുത്താൽ രണ്ടിലും സീക്ക് തീറ്റ കോമൺ ആണ്. സീക്ക് തീറ്റ പുറത്തെടുത്താൽ ഇവിടെയുള്ളത് റൂട്ട് ടാൻ തീറ്റയാണ്. ഇവിടുന്ന് എന്ത് ചെയ്യും? സീക്ക് ക്യൂബ് തീറ്റയിൽ നിന്ന് ഒരു സീക്ക് തീറ്റ പുറത്തെടുത്താൽ സീക്ക് സ്ക്വയർ തീറ്റ ഉണ്ടാവും. താഴെയുള്ളത് 2 ടാൻ തീറ്റ റേസ് ടു 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 കിട്ടും. ഇനി ഈ ഒരു എക്സ്പ്രഷൻ ഇത് 0 ആണെങ്കിൽ സീക്ക് തീറ്റ നമുക്ക് 0 ആവാൻ വേണ്ടി പറ്റില്ല. അന്നേരം ആർക്ക് മാത്രമേ 0 ആവാനാവുള്ളൂ? ഈ ഒരു ടേമിന് മാത്രമേ 0 ആവാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം നെറ്റ് 0 ആവണമെങ്കിൽ. ഓക്കെ, അതുകൊണ്ട് റൂട്ട് ടാൻ തീറ്റ മൈനസ് സീക്ക് സ്ക്വയർ തീറ്റ ബൈ 2 ടാൻ തീറ്റ റേസ് ടു 3/2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 0 കിട്ടും. ഇതിനെ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ സമയത്ത് 2 ടാൻ തീറ്റ 2 ഫസ്റ്റ്, പിന്നെ റൂട്ട് ടാൻ തീറ്റന് ടാൻ തീറ്റ റേസ് ടു 1/2, പിന്നെ ഉള്ളത് ടാൻ തീറ്റ റേസ് ടു 3/2 മൈനസ് ഇവിടെ സീക്ക് സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2 ടൈംസ് ടാൻ തീറ്റ റേസ് ടു 3/2. ഓക്കെ, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇത് 0 ആവണമെങ്കിൽ ആർക്കേ 0 ആവാൻ വേണ്ടി പറ്റുള്ളൂ? മുകളിലത്തെ ടേമിന് മാത്രമേ 0 ആവാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി എന്ത് ചെയ്യുന്നത്? ഇത് ആദ്യം അഗെയിൻ a റേസ് ടു m ഇൻറ്റു a റേസ് ടു n ഫോർമാറ്റിലായാലും a റേസ് ടു m പ്ലസ് n 1/2 പ്ലസ് 3/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4/2 അല്ലെങ്കിൽ 2. അതായത് ടാൻ തീറ്റ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ ടാൻ സ്ക്വയർ തീറ്റ 2 ഇൻറ്റു ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സീക്ക് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ 2 ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ കിട്ടും. അല്ലെങ്കിൽ എന്ത് കിട്ടും? ഇതിനെ റൂട്ട് എടുക്കുന്നു. റൂട്ട് 2 ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സീക്ക് തീറ്റ. റൂട്ട് 2 ഇൻറ്റു ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1 കോസ് തീറ്റ വന്നു. കോസ് തീറ്റ ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? റീഅറേഞ്ച് ചെയ്താൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/√2. സൈൻ തീറ്റ 1/√2 ആവുന്ന സമയത്ത് തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ മീനിങ് എന്താ? എ ട്രയാങ്കുലർ ചാനൽ സെക്ഷൻ വിൽ ബി മോസ്റ്റ് ഇക്കണോമിക്കൽ വെൻ ഈച്ച് ഓഫ് ഇറ്റ് സ്ലോപ്പിംഗ് സൈഡ്സ് മേക്ക് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് വെർട്ടിക്കൽ. അതായത് തീറ്റ 45, ഈ ഒരു ആംഗിൾ 45 വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ആംഗിൾ 45 വരുന്ന സമയത്താണ് രണ്ടും തീറ്റയാണ് വരുന്നത്. 45 വരുന്ന സമയത്താണ് ട്രയാങ്കുലർ സെക്ഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഇക്കണോമിക്കൽ ആവുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ, ഈ ഒരു ആംഗിൾ
ഈ ഒരു സൈഡ് ഹൊറിസോണ്ടലായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ 45 ആണെങ്കിൽ ഇതും 45 വരണം. ടോട്ടൽ 90 ഡിഗ്രിയാണ്. മീൻസ് ഈ ഒരു ആംഗിൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 45 ഡിഗ്രി വരും. ഓക്കെ, ഈ ഒരു തീറ്റ 45 വരുന്നുണ്ടെങ്കിൽ താഴത്തെ കറസ്പോണ്ടിങ് ആംഗിൾ 45 വരണം. മീൻസ് ഈ ഒരു ആംഗിൾ സ്മോൾ ട്രയാംഗിളിൻ്റെ ഈ ഒരു ആംഗിൾ വരുന്നത് 45 ഡിഗ്രി എന്ന് വരും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് tan 45 എന്ന് വെച്ചാൽ 1 ആണ്. tan 45 = 1/n. ഓക്കെ, അതായത് 1/n = 1 വരണമെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്ര വരണം? 1 തന്നെ വരണം. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇതിൻ്റെ ഈ ഇതിൻ്റെ സ്ലോപ്പ് പറഞ്ഞാൽ അങ്ങനെ എഴുതാം, 1 vertical to 1 horizontal എഴുതാൻ വേണ്ടി പറ്റും. എപ്പോൾ? മോസ്റ്റ് ഇക്കണോമിക്കൽ ആവുന്ന സമയത്ത്. അതായത് when theta is equal to 45 degree, angle of sloping side of triangular section with horizontal, അതായത് ഈ ഒരു സ്ലോപ്പിംഗ് സൈഡ് വിത്ത് ഹൊറിസോണ്ടൽ, ഈ ആംഗിളും 45 ഡിഗ്രിയാണ്. അതിന് ആ ഒരു കണ്ടീഷനിൽ എന്നിൻ്റെ വാല്യൂ എത്ര വരും? 1 വരുന്നുണ്ടാവും. ഇനി ഹൈഡ്രോളിക് റേഡിയസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് മീൻ ഡെപ്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുകയാണ്. മോസ്റ്റ് ഇക്കണോമിക്കൽ ചാനലിന് ഏരിയയുടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. A = d² tan θ, പെരിമീറ്റർ 2d sec θ. M എന്ന് പറഞ്ഞാൽ A/P, ഏരിയ ഓഫ് ഫ്ലോ ബൈ വെറ്റഡ് പെരിമീറ്റർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു d ക്യാൻസൽ ചെയ്താൽ ബാക്കി d tan θ/2 sec θ. 45 ഡിഗ്രിയിലാണ് മോസ്റ്റ് ഇക്കണോമിക്കൽ ക്രൈറ്റീരിയ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? d tan 45/2 × sec 45. tan 45 1 ആണ്, sec 45 √2. എന്ത് കിട്ടും? M = d/2 √2. ഹൈഡ്രോളിക് റേഡിയസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് മീൻ ഡെപ്തിൻ്റെ വാല്യൂ ഇതാണ്. ട്രയാങ്കുലർ സെക്ഷൻ മോസ്റ്റ് ഇക്കണോമിക്കൽ ആവുന്ന സമയത്ത്. അടുത്ത ടോപ്പിക്ക് മോസ്റ്റ് ഇക്കണോമിക്കൽ സർക്കുലർ ചാനൽ സെക്ഷൻ. ഒക്കെ ഒരു സർക്കുലർ ചാനൽ അല്ലെങ്കിൽ ഒരു സർക്കുലർ പൈപ്പ്, അതിനെ നമ്മൾ ഓപ്പൺ ചാനൽ ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നപ്പോഴാണ് അതിൽ കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടി പാടില്ല. അതായത് ഫ്ലോ ഓഫ് ലിക്വിഡ് ത്രൂ പാർഷ്യലി ഫിൽഡ് സർക്കുലർ പൈപ്പ് ആൻഡ് കൾവേർട്സ് ആർ ട്രീറ്റഡ് ആസ് ഓപ്പൺ ചാനൽ ഫ്ലോസ്. ഇതാണ് അതിൻ്റെ എൻ്റയർ ക്രോസ് സെക്ഷൻ വരുന്നത്. ആ എൻ്റയർ ക്രോസ് സെക്ഷനിൽ ഫുള്ളായിട്ട് ലിക്വിഡ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതെന്താണ്? ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്. ഇനി അടുത്ത കേസ് എന്താ? ഇതിൽ ഫുള്ളായിട്ട് ലിക്വിഡ്, ആ ക്രോസ് സെക്ഷൻ മൊത്തമായിട്ട് ലിക്വിഡ് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഫ്രീ സർഫസ് ഇല്ല. ഓപ്പൺ ചാനൽ ഫ്ലോയിൽ എപ്പോഴും എന്തുണ്ട്? ഒരു ഫ്രീ സർഫസ് ഉണ്ട്. അതായത് ലിക്വിഡ് എയർ സർഫസ് അവിടെ വരുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് പിന്നെ ഫ്രീ സർഫസ് ഇല്ല. ആ ഫ്ലോ എന്തായി മാറി? പൈപ്പ് ഫ്ലോ ആയി മാറി. പിന്നെ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് അണ്ടർ പ്രഷർ. ഇനി പാർഷ്യലി ഫിൽഡ് കേസിൽ മാത്രമാണ് അത് ഓപ്പൺ ചാനൽ ഫ്ലോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. In circular channel section, both flow area and wetted perimeter varies with depth of flow, and hence in case of circular channel, the condition of flow area being constant cannot be applied. നമ്മൾ ഇതുവരെ ചെയ്ത ഡെറിവേഷൻസിൽ ഫോർ എ ഫിക്സഡ് ഫ്ലോ ഏരിയ മീൻസ് എൻ്റെ വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്തിട്ടാണ് ആ മിനിമം വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ അപ്ലൈ ചെയ്തിട്ട് ഓരോ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് കണ്ടുപിടിച്ചിരുന്നത്. പക്ഷേ സർക്കുലർ കേസിൻ്റെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ എനിക്ക് ഡെപ്ത് ഓഫ് ഫ്ലോ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചേഞ്ച് ചെയ്യും? ഫ്ലോ ഏരിയയും ചേഞ്ച് ചെയ്യും, വെറ്റഡ് പെരിമീറ്ററും ചേഞ്ച് ചെയ്യും. ഓക്കെ, ഡീൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിന് പ്രൊപ്പോർഷണൽ ആയിരുന്നുണ്ട്. ഫ്ലോ ഏരിയക്കും ചേഞ്ച് ഉണ്ടാവും, വെറ്റഡ് പെരിമീറ്ററും ചേഞ്ച് ഉണ്ടാവും. മീൻസ് എനിക്ക് അവിടെ എന്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഫോർ എ ഫിക്സഡ് ഏരിയ എന്ന് പറയുന്ന ക്രൈറ്റീരിയ എനിക്ക് അവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല, സർക്കുലറിൻ്റെ കേസിൽ മാത്രം. കാരണം ആ സ്മോൾ ഡി ഡെപ്ത് ഓഫ് ഫ്ലോ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഫ്ലോ ഏരിയയും ചേഞ്ച് ചെയ്യുന്നുണ്ട്, വെറ്റഡ് പെരിമീറ്ററും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കുലറിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. രണ്ട് സെപ്പറേറ്റ് ക്രൈറ്റീരിയാസ് അതിന് യൂസ് ചെയ്യുന്നുണ്ട്. Thus in case of circular channel, two separate conditions may be derived for maximum discharge and maximum mean velocity of flow. The most economical circular section or most efficient circular section is designed both for condition of maximum discharge and maximum mean velocity of flow. അതായത് ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഏരിയ ഓഫ് ഫ്ലോ ഫിക്സഡ് ആയിട്ടാണ് കിടക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അത് വേരിയബിൾ ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡെപ്ത് ഓഫ് ഫ്ലോ. അതുകൊണ്ട് തന്നെ സർക്കുലർ ചാനലിൽ രണ്ട് സെപ്പറേറ്റ് ക്രൈറ്റീരിയ, മോസ്റ്റ് എക്കണോമിക്കലിന് രണ്ട് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് മാക്സിമം ഡിസ്ചാർജിനെ ബേസ് ചെയ്തിട്ടുള്ളത്, രണ്ടാമത്തത് മാക്സിമം വെലോസിറ്റിനെ ബേസ് ചെയ്തിട്ടില്ലേ. ഓക്കെ, ആ രണ്ട് ക്രൈറ്റീരിയ നമ്മളിപ്പം ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകും. ഓക്കെ, ഡിറൈവ് ചെയ്യപ്പെട്ട അതിൻ്റെ ഏരിയൻ്റെയും പെരിമീറ്ററിൻ്റെയും എക്സ്പ്രഷൻസ് എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം.
കൺസിഡർ എൻ ഓപ്പൺ ചാനൽ ഫ്ലോ ഇൻ സർക്കുലർ പൈപ്പ്. ലെറ്റ് ഡി ഈസ് ഈക്വൽ ടു ഡെപ്ത് ഓഫ് ഫ്ലോ. ഇതാണ് ഡെപ്ത് ഓഫ് ഫ്ലോ വരുന്നത്. പിന്നെ 2 തീറ്റ ഇറ്റ് ഈസ് ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ വാട്ടർ സർഫസ് എ ബി അറ്റ് സെൻറ്റർ ഇൻ റേഡിയസ്. ഈ ഒരു ആംഗിളാണ് 2 തീറ്റ. വാട്ടർ സർഫസ് എ ബി സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ഈ ഒരു ആംഗിൾ 2 തീറ്റ. അന്നേരം കറസ്പോണ്ടിങ് ആയിട്ട് സ്മോൾ ആംഗിൾ സി ഒ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. 2 തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ എ ഒ ബി, ആ ഫുൾ ആംഗിളാണ് 2 തീറ്റ ഇൻ റേഡിയൻസ്. ഞാൻ ഈ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് റേഡിയൻസിലാണ് എടുക്കുന്നത്, അത് ശ്രദ്ധിക്കണം. പിന്നെ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ചാനൽ. ഇതിൽ ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഇത്ര ആ വാട്ടർ കാണിച്ചിരിക്കുന്നത് അതാണ് ഏരിയ ഓഫ് ഫ്ലോ. അതങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതായത് ഏരിയ ഓഫ് ഫ്ലോ എന്ന് വെച്ചാൽ ഏരിയ എ ഡി ബി എ, ഈ ഒരു ഏരിയ ഇത്ര വരുന്ന ഏരിയ അത് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ആദ്യം ഈ സെക്ടറിൻ്റെ ഏരിയ, സെക്ടർ എന്ന് വെച്ചാൽ ഇത് ഒ എ ഡി ബി ഒ, ഇത്ര പേര് ഏരിയ. ഈ ഒരു ഏരിയയാണ് സെക്ടറിൻ്റെ ഏരിയ. അത് മൈനസ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ചെയ്താൽ മതി. ട്രയാങ്കിളിൻ്റെ ഏരിയ വെച്ചാൽ ട്രയാങ്കിൾ എ ഒ ബി, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇത്ര പേരിൽ ഏരിയ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഇതിൽ ആ ഫ്ലോ ഏരിയ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഏരിയ ഫ്ലോ കണ്ടുപിടിക്കുന്നത്. ഇനി സെക്ടറിൻ്റെ ഏരിയ തീറ്റ റേഡിയൻസിലാണെങ്കിൽ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ബേസിക് ഇക്വേഷൻ ആണ് ഹാഫ് ഇൻറ്റു റേഡിയസ് സ്ക്വയർ ഇൻറ്റു ആംഗിൾ, കറസ്പോണ്ടിങ് ആംഗിൾ, സെക്ടറിന് ഫോം ചെയ്യുന്ന ആംഗിൾ. ഇവിടെ നമുക്ക് ആംഗിൾ എന്താ വരുന്നത്? 2 തീറ്റ ആണ് വരുന്നത്. മീൻസ് ഈ 2 ഇൻറ്റു ഞാൻ ക്യാൻസൽ ചെയ്താൽ ബാക്കി ആർ സ്ക്വയർ തീറ്റ. ആ കംപ്ലീറ്റ് സെക്ടറിൻ്റെ ഏരിയ എന്ത് കിട്ടി? ആർ സ്ക്വയർ തീറ്റ ഇൻ റേഡിയൻസ്. അതിൽ ഇക്വേഷൻ നമ്പർ എ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഒ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുക. ട്രയാങ്കിളിൻ്റെ ഏരിയക്ക് ഹാഫ് ബി എച്ച് എന്ന ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു ഒ സി അല്ലെങ്കിൽ സി ഒ, ഈ ഒരു ഡിസ്റ്റൻസ്. അതിൽ എഗെയിൻ എത്ര വരുന്നത്? എ ബിക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? 2 ടൈംസ് ബി സി എന്നത്. മീൻസ് ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ടൈംസ് ഈ സ്മോളർ ഡിസ്റ്റൻസ്. ഹാഫ് ഇൻറ്റു എ ബിക്ക് വരും 2 ബി സി എന്നത് ഇൻറ്റു സി ഒ. 2 ക്യാൻസൽ ചെയ്താൽ പിന്നെ എന്തായാലും ബി സി ഇൻറ്റു സി ഒ. ഈ ഒരു ട്രയാങ്കിൾ പോർഷൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ബി സി ഇൻറ്റു സി ഒ. ഇനി ഈ ട്രയാങ്കിൾ ഒ ബി സി കൺസിഡർ ചെയ്യുക. ഒ ബി സി കൺസിഡർ ചെയ്യുക. ഇതിൽ സൈൻ തീറ്റ എന്ത് എഴുതാൻ വേണ്ടി പറ്റും? ബി സി ഡിവൈഡ് ബൈ ആർ എഴുതാം. അങ്ങനെയാണെങ്കിൽ ബി സിക്ക് എന്ത് എഴുതാം? ആർ സൈൻ തീറ്റ എഴുതാം. അതേമാതിരി കോസ് തീറ്റ എന്തായിരിക്കും? കോസ് തീറ്റ പറഞ്ഞാൽ ഈ സി ഒ ഡിവൈഡ് ബൈ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ സി ഒക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? ആർ കോസ് തീറ്റ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഏരിയയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ബി സി ഇൻറ്റു സി ഒ, ആർ സൈൻ തീറ്റ ഇൻറ്റു ആർ കോസ് തീറ്റ, ആർ സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ. ഇനി നമുക്കറിയാം സൈൻ 2 തീറ്റ എന്ന് വെച്ചാൽ എന്താ? 2 സൈൻ തീറ്റ കോസ് തീറ്റ. എനിക്കിവിടെ ഉള്ളത് സൈൻ തീറ്റ കോസ് തീറ്റ മാത്രമേ ഉള്ളൂ. മീൻസ് എന്തായിരിക്കും? സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ 2. മീൻസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ഒ എന്ന് വെച്ചാൽ ആർ സ്ക്വയർ. ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ 2. അത് ഇക്വേഷൻ നമ്പർ ബി. ഇനി ഇക്വേഷൻ എയും ബിയും ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ ഏരിയ ഓഫ് ദാറ്റ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഓക്കെ, ഇതാണ് സെക്ടറിൻ്റെ ഏരിയ കിട്ടിയത്, ഇതാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടിയത്. ഇതിൽ ആർ സ്ക്വയർ കോമൺ ആണ്. ആർ സ്ക്വയർ കോമൺ ആയതുകൊണ്ട് എന്താ ചെയ്താൽ എ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ 2. ഈ ഒരു എക്സ്പ്രഷൻ പഠിക്കണം, കാരണം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ ഒരു എക്സ്പ്രഷൻ ആവശ്യം. ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ എക്സ്പ്രഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ആ തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് റേഡിയനിലാണ്. ഇനി വെറ്റഡ് പെരിമീറ്റർ. വെറ്റഡ് പെരിമീറ്റർ എന്ന് വെച്ചാൽ ഈ ഒരു പെരിമീറ്റർ എ ഡി ബി എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസ് ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. അതായത് ഈ ഒരു ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ ഇതാണ് ആർക്ക്, കറസ്പോണ്ടിങ് ആർക്ക് ബൈ റേഡിയസ്. ആ എക്സ്പ്രഷൻ ഉപയോഗിച്ചാൽ മതി. അതായത് ആംഗിൾ 2 തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് പറഞ്ഞാൽ പി ബൈ റേഡിയസ് ആർ. അതിൽ നിന്നാണ് ഞാൻ ഈ എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നത്. പി ഈസ് ഈക്വൽ ടു 2 തീറ്റ ഇൻറ്റു ആർ. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റത്തത് ഞാൻ പറഞ്ഞു 2 കണ്ടീഷൻ ഇവിടെ എടുക്കാനുണ്ട്. കണ്ടീഷൻ ഫോർ മാക്സിമം വെലോസിറ്റിയും അതേപോലെ കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജ്. 2 വെച്ചിട്ട് മോസ്റ്റ് ഇക്കണോമിക്കൽ സെക്ഷനിൽ ഡിറൈവ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യം ഡിറൈവ് ചെയ്യുന്നത് കണ്ടീഷൻ ഫോർ മാക്സിമം വെലോസിറ്റി ഫോർ സർക്കുലർ സെക്ഷൻ.
ഓക്കെ, നമ്മൾ യൂഷ്വൽ സിമ്പിൾസ് തന്നെ യൂസ് ചെയ്യുന്നത്. ഐ എന്ന് വെച്ചാൽ ബെഡ് സ്ലോപ്പ്, എം എന്ന് വെച്ചാൽ ഹൈഡ്രോളിക് റേഡിയസ് A/P, സി എന്ന് പറഞ്ഞാൽ ചെസീസ് കോൺസ്റ്റൻറ്റ്. ഇനി വെലോസിറ്റി ഓഫ് ഫ്ലോ ഗിവൺ ബൈ ചെസീസ് ഫോർമുല V = C√mi. V വെലോസിറ്റി, C ചെസീസ് കോൺസ്റ്റൻറ്റ്, M ഹൈഡ്രോളിക് റേഡിയസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്, ഐ എന്ന് വെച്ചാൽ ബെഡ് സ്ലോപ്പ്. അതിൽ ഞാൻ എമ്മിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. M = A/P. വെലോസിറ്റി എക്സ്പ്രഷൻ എന്തായി? V = C√A/P × I. ഓക്കെ, ഇനിയിപ്പം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മാക്സിമം വെലോസിറ്റി. ഈ ഒരു ഇക്വേഷൻ പ്രകാരം വെലോസിറ്റി എപ്പോഴാണ് മാക്സിമം ആവുക? ഞാൻ സിയും ഐയും ഫിക്സ് ചെയ്യുന്നു. റഫ്നെസ് കോഎഫിഷ്യൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചെസീസ് കോൺസ്റ്റൻറ്റ് അത് ഫിക്സ് ചെയ്തു. ബെഡ് സ്ലോപ്പും ഫിക്സ് ചെയ്തു. പിന്നെ വെലോസിറ്റി ആരാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? റേഷ്യോ A/P ആണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം എപ്പോഴാണ് ആവുക? വെലോസിറ്റി എപ്പോഴാണ് മാക്സിമം ആവുക? ഈ ഒരു ടേം മാക്സിമം ആവണം. A/P എന്ന് പറയുന്ന റേഷ്യോ മാക്സിമം ആവണം. ആ സമയത്താണ് വെലോസിറ്റി മാക്സിമം. ഇതിൽ എൻ്റെ എക്സ്പ്രഷനും നമ്മൾ കണ്ടാണ്, Pൻ്റെ എക്സ്പ്രഷനും കണ്ടാണ്. അത് രണ്ടിലും ആരുണ്ട്? തീറ്റ. ഏരിയയും അതേപോലെ വെറ്റഡ് പെരിമീറ്ററും ഡിപ്പെൻഡ്സ് ഓൺ തീറ്റയാണ്, അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് തീറ്റയാണ്. ഓക്കെ, അതിൽ ആകെ വേരിയബിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. അതുകൊണ്ട് ഈ ഇക്വേഷനിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് തീറ്റ കാണാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷേ നമ്മൾ എൻ്റെയും Pൻ്റെയും എക്സ്പ്രഷൻസ് ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ട്? തീറ്റയുടെ എക്സ്പ്രഷൻ ഉണ്ട്. അതുകൊണ്ട് ഇതെപ്പോഴാണ് മാക്സിമം എന്ന് പറയുക? d/dθ ഓഫ് A/P = 0. ഇവിടെ എന്ത് വേണം? കോഷ്യൻ റൂൾ യൂസ് ചെയ്യണം. കാരണം എയും തീറ്റയുടെ ഫംഗ്ഷനാണ്, പിയും തീറ്റയുടെ ഫംഗ്ഷനാണ്, ഒന്നും കോൺസ്റ്റൻ്റ് ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ഇതിൻ്റെ ഡിഫറൻഷ്യൽ dA/dθ ഇൻറ്റു താഴെയുള്ളത്, അതായത് P dA/dθ മൈനസ് A ഇൻറ്റു dP/dθ ഡിവൈഡ് ബൈ P² = 0. ഇത് 0 ആണെങ്കിൽ മുകളിലത്തെ ടേമാണ് 0 വരുന്നത്. P dA/dθ മൈനസ് A dP/dθ = 0. ഇതിൽ എൻ്റെ വാല്യൂ ഓൾറെഡി ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഏരിയ എന്താണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പെരിമീറ്ററും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഏരിയ അറിയാം, പെരിമീറ്റർ അറിയാം. ഇനി വേണ്ടുന്നത് dA/dθയും dP/dθ ആണ്. അത് കണ്ടുപിടിക്കുന്നത്. ആദ്യം എ അറിയാം, എൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. dA/dθ എന്തായിരിക്കും? R² കോൺസ്റ്റൻറ്റ്, തീറ്റയുടെ 1 sin 2θ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് cos 2θ ഇൻറ്റു 2θയും കൂടെ ചെയ്യണം. എന്താണ്? 2 വരും. അല്ലാണ്ട് ജസ്റ്റ് sin 2θ cos 2θ മാത്രം എഴുതാൻ വേണ്ടി പാടില്ല. വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുന്ന സമയത്ത് അകത്തുള്ള 2θയും ചെയ്യണം. എന്ത് കിട്ടും? 2 ക്യാൻസൽ ചെയ്താൽ dA/dθ എന്ന് പറഞ്ഞാൽ R² ഇൻറ്റു 1 - cos 2θ. ഇനി P 2θ R ആണ്, dP/dθ പറഞ്ഞാൽ 2R. ഇനി ഈ ഒരു ഇക്വേഷനിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. Pൻ്റെ വാല്യൂ അറിയാം, ഇതാണ് P. dA/dθയുടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ വാല്യൂ ഇതാണ്, dP/dθയും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയാൽ ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇതാണ് ആ എക്സ്പ്രഷൻ. ഇതിൽ ഇനി മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2R² × R R³ 2R³ തീറ്റ ഇൻറ്റു 1 - cos 2θ. ഇനി ഈ 2 ഇൻറ്റു R² × R 2R³ ഇൻറ്റു തീറ്റ മൈനസ് sin 2θ/2 = 0. ഓക്കെ, ഇനി ഇതിൽ 2R³ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ത്രൂ ഔട്ട്. ഈ 2R³ പോയി, ഈ 2R³ പോയി. റൈറ്റ് സൈഡിൽ 0 ആയതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കി എന്തുണ്ട്? തീറ്റ ഇൻറ്റു 1 - cos 2θ മൈനസ് തീറ്റ മൈനസ് sin 2θ/2 = 0. ഇനി മൾട്ടിപ്ലൈ ചെയ്യുന്നു. തീറ്റ മൈനസ് തീറ്റ cos 2θ മൈനസ് തീറ്റ, ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആയി sin 2θ/2 = 0. അഗൈൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ തീറ്റയും ക്യാൻസൽഡ്. പിന്നെ തീറ്റ cos 2θ = sin 2θ/2. സോൾവ് ചെയ്താൽ പിന്നെ എന്ത് കിട്ടും? tan 2θ = 2θ. ഇതാണ് ഫൈനൽ കിട്ടുന്ന എക്സ്പ്രഷൻ. ഇതിനെ സോൾവ് ചെയ്തിട്ട് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഞാൻ യൂസ് ചെയ്യുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. റാൻഡം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂട്ട് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? 2θ = 257.5 ഡിഗ്രി അല്ലെങ്കിൽ തീറ്റ = 128.75 ഡിഗ്രി. ഇനി ഡെപ്ത് ഓഫ് ഫ്ലോന് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് വെച്ചാൽ ഈ ഒരു ഡി, ഈ ഒരു വാല്യൂ, അതിനൊക്കെ എന്ത് എഴുതാൻ വേണ്ടി പറ്റും? OD എന്ന് വെച്ചാൽ റേഡിയസ്
മൈനസ് ഒ സി. അത് ചെയ്താൽ എന്തായി? ഈ ഒരു വാല്യൂ ആയി. ഡി ഈസ് ഈക്വൽ ടു ഒ ഡി മൈനസ് ഒ സി മീൻസ് ഒ ഡി റേഡിയസ് ആണ്, ഒ സി എന്ന് പറഞ്ഞത് ആർ കോസ് തീറ്റ. ഈ ഒരു ട്രയാങ്കിൾ നിന്ന് കിട്ടും, നേരത്തെ കണ്ടുപിടിച്ചത്. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ഡി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1 മൈനസ് കോസ് 128.75. പക്ഷേ ഞാൻ നേരത്തെ തീറ്റ റേഡിയനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ഈ കോസിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സൈനിൻ്റെ ഉള്ളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് തീറ്റ റേഡിയനിലാണോ അല്ലെങ്കിൽ ഡിഗ്രിയിലാണോ എന്നുള്ളത് കാൽക്കുലേറ്റർ നിങ്ങൾ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മീൻസ് നിങ്ങളുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ഡിഗ്രിക്കാണ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സൈനിൻ്റെ ഉള്ളിലും കോസിൻ്റെ ഉള്ളിലും കൊടുക്കുന്ന സമയത്താണ് പറയുന്നത്, അല്ല ടാനിൻ്റെ ഉള്ളിൽ. നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കാൽക്കുലേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡിഗ്രീസിലാണെങ്കിൽ ഏതിൽ കൊടുക്കണം? ആ തീറ്റ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിഗ്രിയിൽ കൊടുക്കാം. ഇനി റേഡിയൻസിലാണെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഇതിനെ റേഡിയൻസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ അങ്ങനെയാണ് കാൽക്കുലേറ്ററിൽ സെറ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടാണ് സൈനിൻ്റെ ഉള്ളിൽ കോസിൻ്റെ ഉള്ളിൽ ആ തീറ്റയുടെ വാല്യൂ റേഡിയനിലാണോ ഡിഗ്രിയിലാണോ കൊടുക്കേണ്ടത് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെറ്റ് ചെയ്യണം കാൽക്കുലേറ്റർ. ഡി ഈസ് ഈക്വൽ ടു സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? 1.625 ആർ കിട്ടും ഡെപ്ത് ഓഫ് ഫ്ലോ. ഇനി റേഡിയസിനൊക്കെ എന്ത് ചെയ്താൽ ഡയമീറ്റർ ബൈ 2 എന്ന് എഴുതാൻ വേണ്ടി പറ്റും അല്ലേ? സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ഡെപ്ത് ഓഫ് ഫ്ലോ ഈസ് ഈക്വൽ ടു 0.8125 ഡി. അതായത് ഡെപ്ത് ഓഫ് ഫ്ലോ ഫോർ മാക്സിമം വെലോസിറ്റി. ശ്രദ്ധിക്കണം, നമ്മൾ ഡിറൈവ് ചെയ്യുന്ന മാക്സിമം വെലോസിറ്റിക്കാണ്. മാക്സിമം വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ സർക്കുലർ ചാനൽ സെക്ഷൻ ഈസ് ഗിവൺ ബൈ ഡി ഈസ് ഈക്വൽ ടു 0.8125 ഡി. ഈ ഡി എന്താണ്? ഇതിൻ്റെ ടോട്ടൽ ഡയമീറ്റർ ആണ്, ക്യാപിറ്റൽ ഡി. ഓക്കെ, ഇതാണ് ഡെപ്ത് ഓഫ് ഫ്ലോൻ്റെ ക്രൈറ്റീരിയ. ഇനി ഹൈഡ്രോളിക് റേഡിയസ്. ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ മാക്സിമം വെലോസിറ്റി കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം ഈസ് ഈക്വൽ ടു എ ബൈ പി. ഏരിയയുടെ എക്സ്പ്രഷൻ അറിയാം, പെരിമീറ്ററിൻ്റെ അറിയാം. ഒരു 6 ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? എം ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ 2 തീറ്റ ബൈ 2 ഡിവൈഡ് ബൈ 2 തീറ്റ. ഇനി മാക്സിമം വെലോസിറ്റി ഓഫ് ഫ്ലോന് കറസ്പോണ്ടിങ് തീറ്റ ഇൻ ഡിഗ്രീസിൽ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 128.75 ആണ്. ഇനി ഇവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ തീറ്റ എന്ന് പറയുന്നത് റേഡിയൻസിലാണ്. ഈ ഒരു തീറ്റ സിംഗിളായിട്ട് നിൽക്കുന്ന തീറ്റയിൽ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ? റേഡിയൻസിൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഈ സൈനിൻ്റെ ഉള്ളിൽ കോസിൻ്റെ ഉള്ളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കനെ ചെയ്യേണ്ടത്. നമ്മൾ കാൽക്കുലേറ്റർ എങ്ങനെയാണോ സെറ്റിങ്സ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അത് ഒരിക്കലും കൂടെ പറയാം. ഇപ്പോൾ തീറ്റ ഇതാണ് ഡിഗ്രീസിൽ, പിന്നെ അതിനെ റേഡിയൻസിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഏത് ഇക്വേഷൻ ഉപയോഗിക്കുക? പൈ റേഡിയൻ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് തീറ്റ ഈസ് ഈക്വൽ ടു 128.75 ഡിഗ്രി ഇൻറ്റു പൈ ബൈ 180. അത് ചെയ്താൽ റേഡിയൻസിലായി 2.247 റേഡിയൻസ്. ഇനി ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എം ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഈ തീറ്റ, ഈ സിംഗിളായിട്ട് നിൽക്കുന്ന ഈ തീറ്റയൊക്കെ ഏതിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? റേഡിയൻസിൽ. ഇവിടെയും റേഡിയൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ സൈനിൻ്റെ ഉള്ളിൽ സൈൻ 2 ഇൻറ്റു ഈ ഒരു തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങളുടെ കാൽക്കുലേറ്ററിലെ സെറ്റിങ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഇത് നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഇപ്പം റേഡിയനിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ സൈൻ 2 ഇൻറ്റു ഇവിടെ 128.75 എഴുതാൻ വേണ്ടി പാടില്ല. അത്ര തന്നെ എഴുതണം, 2.247 തന്നെ എഴുതണം. കാൽക്കുലേറ്ററിൽ റേഡിയനിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ. ഇനി കാൽക്കുലേറ്റർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡിഗ്രീസിലാണെങ്കിൽ എന്ത് എഴുതണം? സൈൻ 2 ഇൻറ്റു 128.75. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ബാക്കി ഈ സിംഗിളായിട്ട് നിൽക്കുന്ന തീറ്റ അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ റേഡിയനിലോ അല്ലെങ്കിൽ ഡിഗ്രിയിലോ സെറ്റ് ചെയ്തതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡയറക്റ്റായിട്ട് അതെപ്പോഴും ഈ തീറ്റയുടെ വാല്യൂ റേഡിയനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? എം ഈസ് ഈക്വൽ ടു 0.6085 ആർ അല്ലെങ്കിൽ എം ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 0.305 ഡി. അല്ലെങ്കിൽ എന്താ പറയുക? ഫോർ മാക്സിമം വെലോസിറ്റി ഹൈഡ്രോളിക് റേഡിയസ് ഈസ് ഈക്വൽ ടു 0.305 ടൈംസ് ഡയമീറ്റർ ഓഫ് സർക്കുലർ ചാനൽ. അടുത്ത കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജ് ഫോർ സർക്കുലർ ചാനൽ. നമ്മൾ മാക്സിമം വെലോസിറ്റിയിലെ കഴിഞ്ഞു. ഇനി മാക്സിമം ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ Q is equal to ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ് C√mi ഗിവൺ ബൈ ചെസീസ് ഫോർമുല. AC ഇൻറ്റു എമ്മിന് റൂട്ട് A ബൈ പി. ഇനി ഞാൻ ഈ എനെ റൂട്ടിൻ്റെ അകത്തേക്ക് എടുക്കുന്നു. അന്നേരം എന്താവും? റൂട്ടിൻ്റെ അകത്തോട്ട് കയറുന്ന സമയത്ത് A എന്തായി മാറും? A² ആയി മാറും. അങ്ങനെ A² ഇൻറ്റു A എന്ന് വെച്ചാൽ A³. ഓക്കെ, Q is equal to C A³ by P into root I. Discharge will be maximum for constant value of C and I when A³ by P is maximum. A³ by P is maximum means ഈ ഒരു ഇക്വേഷൻ പ്രകാരം ഡിസ്ചാർജ് എപ്പോഴാണ് മാക്സിമം ആവുക? സിയും ഐയും ഫിക്സഡ് ആണെങ്കിൽ ഈ ഒരു റേഷ്യോ A³ by P എന്ന് പറയുന്ന റേഷ്യോ മാക്സിമം ആവുന്ന സമയത്തായിരിക്കും ഡിസ്ചാർജ് മാക്സിമം.
ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ എയും പിയും എന്ന് പറയുന്ന ആരുടെ ഫംഗ്ഷനാണ്? തീറ്റയുടെ ഫംഗ്ഷനാണ്. അന്നേരം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു ആര് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം? തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡി ബൈ ഡി തീറ്റ ഓഫ് എ ക്യൂബ് ബൈ പി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതിന് എയും പിയും തീറ്റയുടെ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? കോഷ്യൻ റൂൾ യൂസ് ചെയ്യണം. ഓക്കെ, അത് യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? പി ഇൻറ്റു ഫസ്റ്റത്തിൻ്റെ ഡിഫറൻഷ്യൽ 3a² ഇൻറ്റു ഡി എ ബൈ ഡി തീറ്റ. വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുന്നത് 3a² ഇൻറ്റു ഡി എ ബൈ ഡി തീറ്റ മൈനസ് എ ക്യൂബ് ഇൻറ്റു ഡി പി ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇത് 0 ആണെങ്കിൽ മുകളിലത്തെ ടേം 0 വന്നു. പിന്നെ ഇതിൽ a² കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്തു. എന്ത് കിട്ടും? 3p ഡി എ ബൈ ഡി തീറ്റ മൈനസ് എ ഇൻറ്റു ഡി പി ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 5. ഇതിൽ നമുക്ക് ഓൾറെഡി എല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ വാല്യൂ അറിയാം, ഡി എ ബൈ ഡി തീറ്റ, പി അറിയാം, ഡി പി ബൈ ഡി തീറ്റ അറിയാം. ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചാണ്. ഇനി എന്ത് ചെയ്യുന്നത്? ആ വാല്യൂ എല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ നമ്പർ 5 ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഈ ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ടേം മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ത് കിട്ടും? 3 × 2 6 r² × r r³ തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു ഇവിടെ 2r ഇൻറ്റു r² 2r³ ഇൻറ്റു ഈ ഒരു ടേം ഈസ് ഈക്വൽ ടു 0. ഇനി ത്രൂ ഔട്ടായിട്ട് 2r³ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റത്തെ എന്തുണ്ടാവും? 3 തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് 2 തീറ്റ മൈനസ് ഈ ഒരു ടേം ഡിവൈഡ് ചെയ്ത് കളഞ്ഞു. റൈറ്റ് സൈഡ് പിന്നെ പ്രശ്നമില്ല, 0 ആണ്. തീറ്റ മൈനസ് സൈൻ 2 തീറ്റ ബൈ 2 ഈസ് ഈക്വൽ ടു 0. ഇനി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിന് ശേഷം സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? 3 തീറ്റ എന്ന് തീറ്റ പോലെ 2 തീറ്റ. ഇത് അതേപോലെ തന്നെ ഉണ്ട്. 3 തീറ്റ കോസ് 2 തീറ്റ പിന്നെ സൈൻ 2 തീറ്റ ബൈ 2 ഈസ് ഈക്വൽ ടു 0. ഇനി ഇത് ത്രൂ ഔട്ടായിട്ട് 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ 4 തീറ്റയായി, പിന്നെ 6 തീറ്റ കോസ് 2 തീറ്റയായി, പിന്നെ ഈ 2 ക്യാൻസലായി സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു 0. ഇനി അഗെയിൻ സോൾവ് ചെയ്യുന്നു. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് 2 തീറ്റ എന്ത് കിട്ടി? 308 ഡിഗ്രി കിട്ടി. കറസ്പോണ്ടിങ് തീറ്റ എന്ന് പറയുന്നത് 154 ഡിഗ്രി. ഓക്കെ, ഇനി ഡെപ്ത് ഓഫ് ഫ്ലോ നേരത്തെ മാതിരി ഡി ഈസ് ഈക്വൽ ടു ഒ ഡി മൈനസ് ഒ സി, സെയിം എക്സ്പ്രഷൻ കിട്ടും. ആർ ഇൻറ്റു 1 മൈനസ് കോസ്, ഇവിടെ തീറ്റ കൊടുക്കുന്ന സമയത്ത് എത്ര കൊടുക്കണം? ഇനി 154 ഡിഗ്രി കൊടുക്കുന്നു. ഓക്കെ, സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ഡെപ്ത് ഓഫ് ഫ്ലോ ഈസ് ഈക്വൽ ടു 1.898 r, അല്ലെങ്കിൽ ഡയമീറ്ററിൻ്റെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡി ഈസ് ഈക്വൽ ടു, ഡി എന്ന് വെച്ചാൽ ഡെപ്ത് ഓഫ് ഫ്ലോ ഈസ് ഈക്വൽ ടു 0.949 ഡി. ഡി എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഡി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡയമീറ്റർ, അപ്രോക്സിമേറ്റ്ലി 0.95 ഡി. അതായത് ഡെപ്ത് ഓഫ് ഫ്ലോ ഫോർ മാക്സിമം ഡിസ്ചാർജ്. ശ്രദ്ധിക്കണം, തൊട്ടുമുമ്പിലത്തെ കേസ് മാക്സിമം വെലോസിറ്റി ആയിരുന്നു, ഇവിടെ മാക്സിമം ഡിസ്ചാർജ് ഈസ് ഗിവൺ ബൈ 0.95 ഡി, where ഡി ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് സർക്കുലർ ചാനൽ. ഇനി ഹൈഡ്രോളിക് റേഡിയസ് എം ഈസ് ഈക്വൽ ടു എ ബൈ ബി. എൻ്റെയും പിൻ്റെയും എക്സ്പ്രഷൻസ് അറിയാം. സോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? തീറ്റയുടെ വാല്യൂ 154 ആണ് ഇൻ ഡിഗ്രി. അതിന് ഈ ഇൻഡിവിജ്വൽ തീറ്റാസ് നിൽക്കുന്ന സമയത്ത് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സൈനിൻ്റെയോ കോസിൻ്റെ ഉള്ളിൽ ഒക്കെ നേരത്തെ പറഞ്ഞാൽ ഞങ്ങൾ കാൽക്കുലേറ്ററിൻ്റെ സെറ്റിങ്സ് പ്രകാരം വാല്യൂ കൊടുക്കുക. എം ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സോൾവ് ചെയ്താൽ റേഡിയസിൻ്റെ ടേംസിലാണെങ്കിൽ എം ഈസ് ഈക്വൽ ടു, ബാക്കി മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് നോക്കുക, 0.5733 r കിട്ടും. ഇനി ഡയമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ബൈ 2, എം ഈസ് ഈക്വൽ ടു 0.286 ഡി, അപ്രോക്സിമേറ്റ്ലി 0.29 ഡി. അതായത് ഫോർ മാക്സിമം ഡിസ്ചാർജ് ഹൈഡ്രോളിക് റേഡിയസ് ഈസ് ഈക്വൽ ടു 0.29 ടൈംസ് ഡയമീറ്റർ ഓഫ് സർക്കുലർ ചാനൽ. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഇതിൻ്റെ. A concrete lined circular channel of diameter 3 meter has a bed slope 1 in 5000. Work out velocity and flow rate for condition of maximum velocity and maximum discharge. Assume chassis C is equal to 50. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കോൺക്രീറ്റ് ലൈൻഡ് സർക്കുലർ ചാനൽ, ഡയമീറ്റർ 3 മീറ്റർ, ബെഡ് സ്ലോപ്പ്, ഡയമീറ്റർ തന്നിട്ടുണ്ട്, ബെഡ് സ്ലോപ്പ് തന്നിട്ടുണ്ട്, സിയും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, വർക്കൗട്ട് വെലോസിറ്റി ആൻഡ് റേറ്റ് ഓഫ് ഫ്ലോ. അതായത് വെലോസിറ്റിയും കണ്ടുപിടിക്കണം, ഡിസ്ചാർജും കണ്ടുപിടിക്കണം. ഏതൊക്കെ ക്രൈറ്റീരിയയിൽ? ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ മാക്സിമം വെലോസിറ്റി. ഇവിടെ ശരിക്കും ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്ന മാക്സിമം വെലോസിറ്റി ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ട് ആര് കണ്ടുപിടിക്കണം? വെലോസിറ്റി ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. പിന്നെ മാക്സിമം ഡിസ്ചാർജിൻ്റെ ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടും വെലോസിറ്റിയും ഡിസ്ചാർജും കണ്ടുപിടിക്കണം. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ്. ഫസ്റ്റ് ഞാൻ വെലോസിറ്റി ആൻഡ് ഡിസ്ചാർജ് ഫോർ മാക്സിമം വെലോസിറ്റി ക്രൈറ്റീരിയ. അതിൻ്റെ ക്രൈറ്റീരിയ എന്തായിരുന്നു? തീറ്റയുടെ വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
തീറ്റ 128.7 ഡിഗ്രി അതിനെ റേഡിയൻസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി വെറ്റഡ് പെരിമീറ്ററിൻ്റെ എക്സ്പ്രഷൻ 2r തീറ്റ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? റേഡിയസ് എന്ന് വെച്ചാൽ ഡയമീറ്റർ ബൈ 2 1.5 തീറ്റ റേഡിയനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന തീറ്റ റേഡിയനിലാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, വെറ്റഡ് പെരിമീറ്റർ കിട്ടി. ഇനി ഏരിയ കണ്ടുപിടിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ അറിയാം തീറ്റ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന തീറ്റ റേഡിയനിൽ, മറ്റേ സൈനിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്. ഓക്കെ, ദാറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ സെറ്റിങ്സ് ഓൺ യുവർ കാൽക്കുലേറ്റർ. അടിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം. ഏരിയയും കിട്ടി, പിയും എയും കിട്ടിയാൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അങ്ങനെ കണ്ടുപിടിക്കാം. m = a/p, അതിൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ഈ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നത് മോസ്റ്റ് എക്കണോമിക്കൽ മാക്സിമം വെലോസിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് ഏതിൻ്റെ ടേംസിലാണ്? മോസ്റ്റ് എക്കണോമിക്കൽ മാക്സിമം വെലോസിറ്റിയുടെ ടേംസിലാണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും വെലോസിറ്റി = 2.135 m/s. ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഏരിയ ഇൻറ്റു വെലോസിറ്റി ചെയ്താൽ മതി. ഈ രണ്ട് വാല്യൂസാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. മാക്സിമം വെലോസിറ്റി ക്രൈറ്റീരിയ സമയത്ത് v 2.315 q 13.138. ഇനി അടുത്ത ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആൻഡ് ഡിസ്ചാർജ് ഫോർ മാക്സിമം ഡിസ്ചാർജ് ക്രൈറ്റീരിയ. അതിൽ തീറ്റയുടെ വാല്യൂ എന്തായിരുന്നു? 154 ഡിഗ്രി ആയിരുന്നു. അതിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഏരിയ കണ്ടുപിടിക്കുന്നു. ഏരിയ കണ്ടുപിടിക്കുന്ന സമയത്ത് ഓക്കെ ശ്രദ്ധിക്കുക, ഇൻഡിവിജ്വൽ തീറ്റയ്ക്ക് റേഡിയനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ഏരിയയുടെ വാല്യൂ കിട്ടി. പെരിമീറ്റർ 2r തീറ്റ അതും കിട്ടിക്കഴിഞ്ഞു. m കണ്ടുപിടിക്കുക, വെലോസിറ്റി ഞങ്ങൾക്ക് കണ്ടുപിടിക്കുക. ഡയറക്റ്റ് ഇക്വേഷനാണ്. ബാക്കി മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ഒന്നും പറയുന്നില്ല. v = c√mi. വെലോസിറ്റി കിട്ടി, ഡിസ്ചാർജും കിട്ടി. ഓക്കെ, ഡിസ്ചാർജ് q = ഏരിയ ഇൻറ്റു വെലോസിറ്റി. രണ്ട് കേസസ് നമുക്ക് കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാൻ വേണ്ടി പറ്റും. മാക്സിമം വെലോസിറ്റിയുടെ കേസിൽ വെലോസിറ്റി എത്രയായിരുന്നു? 2.315 ആയിരുന്നു. ഇവിടെ വെലോസിറ്റിയുടെ വാല്യൂ എന്താ? 2.0735. ഇനി ഡിസ്ചാർജ്, ഇവിടെ ഡിസ്ചാർജ് 13.13 ആയിരുന്നു. ഇനി മാക്സിമം ഡിസ്ചാർജിൻ്റെ ക്രൈറ്റീരിയ എടുത്ത സമയത്ത് എനിക്ക് എന്ത് കിട്ടി? ഡിസ്ചാർജ് = 14.377. മീൻസ് ആ രണ്ട് ക്രൈറ്റീരിയ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ഡിഫറൻറ്റ് വാല്യൂസാണ് കിട്ടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് ആ ഡെപ്ത് ഓഫ് ഫ്ലോന് വേരിയേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഏരിയക്കും വെറ്റഡ് പെരിമീറ്ററും രണ്ട് വേരിയബിൾസും ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് രണ്ട് ക്രൈറ്റീരിയ എടുക്കേണ്ടി വന്നത്. മാക്സിമം ഡിസ്ചാർജിൻ്റെ ക്രൈറ്റീരിയ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തായിരുന്നു? മാക്സിമം വെലോസിറ്റിയുടെ ക്രൈറ്റീരിയനെക്കാട്ടിയും കൂടുതൽ ഡിസ്ചാർജ് കിട്ടിയിട്ടുണ്ട്. ഒരു സൊല്യൂഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും.